പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇന്ത്യയിലെ ജനസാന്ദ്രതയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ നമുക്കറിയാം, ഓരോ സംസ്ഥാനത്തും ഓരോ ജില്ലയിലും ഒരേപോലെയല്ല ജനവാസമുള്ളത്. ജനങ്ങൾ വളരെ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന സ്ഥലങ്ങളും വളരെ വിശാലാർത്ഥത്തിൽ വളരെ വിദൂരത്ത് താമസിക്കുന്ന ഒറ്റ ഭാഗങ്ങളിലായിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഭാഗങ്ങളിലായി താമസിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇവിടെ ജനസാന്ദ്രത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തെയാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനസാന്ദ്രത വ്യത്യസ്തമാണ്. നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചാ നിരക്കിനെ കുറിച്ചാണ്. ഒരു പ്രദേശത്തെ ജനസംഖ്യയിൽ നിശ്ചിത കാലയളവിലുണ്ടാകുന്ന വർധനവിനെയാണ് ജനസംഖ്യാ വളർച്ച എന്ന് പറയുന്നത്. സാധാരണ രീതിയിലെ ശതമാനക്കണക്കിലാണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജനസംഖ്യയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് എത്ര ശതമാനം ജനങ്ങളാണോ ഈ വർഷം വർദ്ധിക്കുന്നത് അതിനെയാണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് സൂചിപ്പിക്കുന്ന പട്ടികയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 1971 ശേഷം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ മാറ്റം വരുന്ന വിവിധ ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരണനിരക്ക്, അതുപോലെ ജനന നിരക്ക്, അതുപോലെ കുടിയേറ്റം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അഥവാ ജനനനിരക്കും മരണനിരക്കും കുടിയേറ്റവും ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ്. ഒരു രാജ്യത്തെ ജനന നിരക്ക് വർദ്ധിക്കുകയും മരണനിരക്ക് കുറയുകയും ചെയ്യുമ്പോൾ ജനസംഖ്യ അവിടെ വർദ്ധിക്കും. അന്നേരം ജനന നിരക്ക് കുറയുകയും മരണനിരക്ക് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ജനസംഖ്യ അവിടെ കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ജനന നിരക്കും മരണനിരക്കും തുല്യമായി രണ്ടും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ജനസംഖ്യയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അന്നേരം കുടിയേറ്റം ഒരു പ്രദേശത്ത് ജനസംഖ്യ വർദ്ധിപ്പിക്കുകയും മറ്റൊരു പ്രദേശത്ത് ജനസംഖ്യ കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളും ഒരു രാജ്യത്തെ ജനസംഖ്യയെ വർദ്ധിപ്പിക്കുന്നതിലും കുറയ്ക്കുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ജനന നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ ജനസംഖ്യയിൽ 1000 പേർക്ക് എത്ര കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നു എന്നതാണ് ജനന നിരക്ക് എന്ന് പറയുന്നത്. മരണനിരക്ക് എന്നാൽ എന്ത്? ആകെ ജനസംഖ്യയിൽ 1000 പേരിൽ എത്ര മരണങ്ങൾ നടക്കുന്നു എന്നതാണ് മരണനിരക്ക്. മൂന്നാമത്തെ ഘടകമായിട്ടുള്ള കുടിയേറ്റം. ഒരു പ്രദേശത്ത് നിന്ന് ജനങ്ങൾ മറ്റൊരു പ്രദേശത്തേക്ക് താമസം മാറ്റുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. ജനസംഖ്യാ ഘടനയാണ് പോപ്പുലേഷൻ സ്ട്രക്ചർ. ജനസംഖ്യയെ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ച് ആകെ ജനസംഖ്യയിൽ ഓരോ ഗ്രൂപ്പും എത്രയെന്ന് ആനുപാതികമായിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. അഥവാ പ്രായഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനസംഖ്യയിൽ അഥവാ ഉദാഹരണത്തിന് 0 മുതൽ 14 വയസ്സ് വരെയുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ്, അങ്ങനെയുള്ള ആളുകൾ എത്ര ഒരു രാജ്യത്തുണ്ട് എന്ന് കണക്കെടുക്കുക. അതുപോലെ 15 മുതൽ 59 വയസ്സ് വരെയുള്ളവരുടെ ഒരു ഗ്രൂപ്പ്, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ഗ്രൂപ്പ്, ഇങ്ങനെ പ്രായഘടന അനുസരിച്ച് വിവിധ തരത്തിൽ ജനസംഖ്യയെ വേർതിരിക്കാറുണ്ട്. ഇതിൽ 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ തൊഴിലുള്ളവരും തൊഴിൽ അന്വേഷിക്കുന്നവരുമായവരുടെ എണ്ണവും ആകെ ജനസംഖ്യയും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അനുപാതത്തെയാണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക് എന്ന് പറയുന്നത്. 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ആ പ്രായത്തിനിടയിലുള്ള ആളുകളിൽ എത്ര ആളുകൾക്ക് ജോലിയുണ്ട്, എത്ര ആളുകൾ ജോലി അന്വേഷിക്കുന്നവരുണ്ട്, അത് നോക്കിയിട്ടാണ് ആ നാട്ടിലെ അല്ലെങ്കിൽ ആ രാജ്യത്തെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് അളക്കാറുള്ളത്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ് ഈ 15നും 59നും ഇടയിലുള്ള വയസ്സുള്ള ആളുകൾ. 0 മുതൽ 14 വയസ്സ് വരെയുള്ളവരും 60 വയസ്സ് മുതലുള്ളവരും
ആശ്രയത്വ വിഭാഗത്തിൽപ്പെടുന്നു. അവർ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. മാത്രമല്ല ആകെ ജനസംഖ്യയിൽ ഇവരുടെ അനുപാതത്തെ കാണുന്നതിനെയാണ് ആശ്രയത്വ നിരക്ക് എന്ന് പറയുന്നത്. ഈ വിഭാഗം അധ്വാനശേഷിയുള്ള വിഭാഗത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഇങ്ങനെ ആശ്രയത്വ നിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആളോഹരി വരുമാനം കുറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അത് മാറാറുണ്ട്. അടുത്തത് 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ കുറേ പേർ തൊഴിലില്ലാത്തവരുണ്ട്. ഇത് മാനവവിഭവശേഷി ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു രാജ്യത്തെ മാനവവിഭവശേഷി വികസനം നിർണ്ണയിക്കുന്നതിൽ അല്ലെങ്കിൽ മാനവവിഭവശേഷി രംഗത്ത് ഏറ്റവും നിർണായകമായ കാര്യമാണ് ആ രാജ്യത്ത് സ്ത്രീ പുരുഷ അനുപാതം എന്നുള്ളത്. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നതാണ് സ്ത്രീ പുരുഷ അനുപാതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2011 ഇന്ത്യയിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം 940 ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും.